നീ കെട്ടാൻ വന്ന പാർവതി ഞാനും തമ്മിൽ വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ എനിക്ക് അവളെ 5 വർഷമായിട്ട് ഇഷ്ടമാണ്. അവക്കറിയോ? പിന്നെ പിന്നെ അതുകൊണ്ട് നീ ഇതിന് മുൻമാറണം. പിന്മാറണമെന്നില്ലേ? മുന്നേ മാറിയ അത്രയും നല്ലില്ലേ? ഓക്കെ. ഇല്ലെങ്കിൽ അറിയാലോ, ചീമ്പിക്കൊളയും ഞാൻ. അവന്റെ കൊക്കിൽ കൈയിടാത്തേണ്ടി. അപ്പൊ അവൾക്ക് എന്നെ അറിഞ്ഞുകൂടാ? ഇല്ല. നീ എന്താ അവളോട് പറയാന്? പറ. എന്ത് പേടിത്തൂറി വന്നു? മാസിന് പറ. അണ്ണന് സ്ത്രീകളെ കണ്ടാ വിറയ്ക്കും. എന്ത് കാല്. പക്ഷെ എന്റെ വിറക്കില്ല. എന്ത് കൈ. നീ കുറച്ച് ബാക്കിലോട്ട് മാറിയെന്ന്. അതുകൊണ്ട് നീ പറയണം രാജുവേട്ടന് പാർവതി ഇഷ്ടമാന്ന്. നീ എന്നാ കല്യാണത്തിന് അന്നൊന്ന് പറടാ, ഞാൻ മണ്ഡപത്തിൽ മാറിത്തരാം. കൈ എടുക്കടാ. നീ ഇത് വെച്ച് അവസാനമായിട്ട് കട്ട് ചെയ്ത പ്ലം കേക്ക് അല്ലേടാ? മണം അടിച്ച്. ഈ രാജുവേട്ടന്റെ വേറൊരു മുഖം നീ കണ്ടിട്ടില്ല. ഏത് മുഖം? പുതിയ മുഖം. എന്റെ പൊന്നേട്ട, പകല് മിണ്ടാൻ മടിയാണെങ്കിൽ രാത്രി പോയി മിണ്ടെന്നും പറഞ്ഞ ആ കൊച്ചിന്റെ വീട്ടിൽ പറഞ്ഞു വിട്ടതാ. എന്നിട്ട് അവളുടെ അച്ഛന്റെ എന്തോ തൂങ്ങിക്കിടക്കുന്നുണ്ട്, പേടിച്ചിറങ്ങി. എന്തോ കണ്ട്? അവളുടെ അച്ഛൻ പട്ടാളത്തിലല്ലേ, എന്തോ തോക്കോ ബോംബോ തൂങ്ങിക്കിടക്കുന്നുണ്ട്. എന്തായാലും വെടിയോട്ടൊന്നും ഇറങ്ങി. അപ്പൊ നിനക്ക് പെണ്ണുങ്ങളെടുത്ത് കൊണ്ടാ പേടിയാ? എനിക്ക് മാത്രമല്ല, കേരളത്തിലെ മിക്ക ആമ്പിള്ളേരുടെ അവസ്ഥ തന്നെ. അതാ ധൈര്യത്തിന്റെ കൂടെ തന്നെ കൊണ്ടുപോയി അവ സെറ്റാക്കിയിട്ട് രണ്ടിനും മരത്തിന്റെ കീഴിയിരിക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്കൊരു പേരുണ്ട്. ചീത്തപ്പേരാണ് കേട്ടോ. ഡാ ഇൻട്രോവേർട്ട്. എന്തായാലും എനിക്കിതിന്ന് ഒഴിയാൻ പറ്റത്തില്ല. എന്താ? എന്താടാ? അല്ല എന്താ ചേട്ടൻ പറഞ്ഞു കേട്ടില്ല. അപ്പൊ നിനക്ക് പെണ്ണുങ്ങളെടുത്ത് കൊണ്ടാ പേടി, ആണുങ്ങളെടുത്തോ? അത് മാസാ. അപ്പൊ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതിനെങ്കിൽ ഞാൻ പോട്ടെ. ആ രീതി നോക്കിയാലോ? ചിപ്പടാ. പറഞ്ഞു